കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനായി മുതിർന്ന നേതാക്കളടങ്ങുന്ന പുതിയ സമിതി ഉണ്ടാക്കാൻ ഹൈക്കമാൻഡ് ആലോചന. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡുമായി ഇന്നലെ നടന്ന ചർച്ചയിലാണ് തീരുമാനം. തിരുവനന്തപുരം മാത്രമായി പുതിയ DCC അധ്യക്ഷനെ നിയമിക്കാനും ആലോചനകൾ നടക്കുന്നു. നിലവിലെ തിരുവനന്തപുരം DCC അധ്യക്ഷൻ ശക്തൻ നാടാർ ചുമതലയിൽ താൽപര്യം കാണിക്കാത്തതിനെ തുടർന്നാണ് പുതിയ അധ്യക്ഷനെ നിയമിക്കാൻ ഒരുങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ച ചെമ്പഴന്തി അനിലിന്റെ പേരിനോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും പുറംതിരിഞ്ഞു നിന്നതോടെയാണ് അധ്യക്ഷമാറ്റം നേരത്തെ അവതാളത്തിലായത്. ചെമ്പഴന്തി അനിലിന്റെ പേരിൽ VD സതീശൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ നിന്നും ഒറ്റ പേര് നൽകിയാൽ ഹൈക്കമാൻഡ് ഉടനടി നിയമനം നടത്തും. അതേസമയം മറ്റു ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പുതിയ സമിതിയെ നിയോഗിക്കും. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും KPCC ഭാരവാഹികളുടെയും നേതൃപ്പെരുപ്പം മൂലമാണ് പുതിയ സമിതി. KPCC അധ്യക്ഷൻ, വർക്കിംഗ് പ്രസിഡന്റുമാർ, കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ PCC അധ്യക്ഷന്മാർ എന്നിവർ സമിതിയിലുണ്ടാകും. KPCC സെക്രട്ടറി എക്സിക്യൂട്ടീവ് പട്ടിക വേഗത്തിലാക്കാനും നേതാക്കൾക്കിടയിൽ ഇന്നലെ ധാരണയായി. ഒരാഴ്ചയിലധികം വൈകിയാൽ പട്ടിക വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്ന് ചില നേതാക്കൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. D. ധനസുമോത്, Media One, ഡൽഹി.